ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മത്തി പച്ചക്കുരുമുളകും അതുപോലെ വെളിച്ചെണ്ണയും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് പറ്റിച്ചെടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇത് കഴിച്ചവർക്ക് അറിയാൻ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ചോറിൻ്റെ, ചപ്പാത്തിയുടെ, കപ്പയുടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മസാലകളൊക്കെ ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിതിവിടെ പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ലൂലുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അധികം വിലയൊന്നുമില്ല. അപ്പോൾ ഈ പച്ച കുരുമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ഞാൻ ചതച്ചെടുത്തതാണ്. അപ്പോൾ ഒരുപാട് അരഞ്ഞ് പേസ്റ്റൊന്നും ആവണ്ട, ഇതുപോലെ ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ മത്തി, അപ്പോൾ അത് ഇവിടുത്തെ മത്തിയാണ് കേട്ടോ. ഉപ്പ് ഉള്ള മത്തിയാണ് സാധാരണ കിട്ടാറ്, പക്ഷേ ഇത് ഉപ്പില്ലാത്ത മത്തിയായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പുളിയുടെ വെള്ളം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിതിൽ ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മളിത് ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഉലുവ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി, ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ ഒരുമിച്ച് ചേർത്തോളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിലെടുത്തത് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയ സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 1 കിലോ മത്തിയാണ് എടുത്തത്. അതുപോലെ തന്നെ 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മസാല വേണം അതിനനുസരിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻ വറ്റിച്ചതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതിന് ശേഷം മാത്രം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിന് മുൻപായിട്ട് നേരത്തെ ചതച്ച് വെച്ച കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം മാത്രം ഇതിലോട്ട് മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാല ചേർക്കുമ്പോൾ തീ നന്നായിട്ട് ചെറുതാക്കി വെക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കണ്ട, അപ്പോൾ ഇതിൻ്റെ കളറ് മാറി ഒരു യെല്ലോ കളറിലോട്ട് വരും. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളർ പോലെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് പച്ചമല്ലിയാണ് ചേർക്കുന്നത്, വറുക്കാതെ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത മല്ലിയാണ്. അപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തവിയിലാണ് 2 തവി എടുത്തത്. അപ്പോൾ നിങ്ങൾ ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വലിയ മത്തിയൊക്കെ ആകുമ്പോൾ നമുക്കത് കഴിക്കാനൊരു മടിയായിരിക്കും. അപ്പോൾ ഗൾഫിലുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഇടുന്ന സമയത്ത് എപ്പോഴും ചെറിയ തീയിൽ തന്നെ ചെയ്തെടുക്കുക. വലിയ തീ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഉപ്പും എരിവും എല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ മേലെ തെളിഞ്ഞു വരും. എന്നിട്ട് മാത്രം നമുക്ക് മീൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
ഞാനിതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അടുക്കി പിടിക്കാതെ സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിലിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിട്ടിട്ട് മാത്രം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില കുറച്ചേ ഉള്ളായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം ചേർത്ത് കൊടുക്കാത്തത്. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. മീൻ ഇടുമ്പോൾ അതിലോട്ടൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തോളൂ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല രസം ഉണ്ടാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മത്തി മാത്രമല്ല കേട്ടോ, നമുക്ക് അയല അതുപോലെ എന്ത് വലിയ മീനാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു വലിയ മീനിന് കുറച്ചുകൂടെ ടേസ്റ്റ് കുരുമുളക് ചേർക്കുന്നതിനേക്കാളും മുളക് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെൻ്റെ ഉമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അയല വറ്റിച്ചത് നല്ല സൂപ്പർ ടേസ്റ്റാണത്. അപ്പോൾ ഇതൊന്ന് മീനൊക്കെ ചേർത്ത് ഇതൊന്ന് മൂടിയെടുക്കുക. ഇതിൻ്റെ മസാല കൊണ്ട് ഈ മീനൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. ഇനി ഇതൊന്ന് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. മീൻ ചേർത്ത ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീനൊന്ന് ഉടഞ്ഞു പോവാതെ ഈ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അതൊന്ന് ദം ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലായിട്ട് കിട്ടും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കനലുള്ളവരാണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കനൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു തട്ടുകൊണ്ട് ഇത് അടച്ച് വെച്ച് അതിൻ്റെ മേലെ കനലിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല സൂപ്പറായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ കനലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ദം ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഫോയിൽ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അടുപ്പ് ഇതാ ചെറിയ തീയിൽ കത്തിച്ച ശേഷം ഇതിൻ്റെ മേലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൻ്റെ ഈ ദമ്മൊന്ന് ഞാൻ തുറന്ന് നോക്കട്ടെ. അപ്പോൾ നല്ല കൊതിപ്പിക്കുന്ന സ്മെല്ലാട്ടോ. അപ്പോൾ ഈ സ്മെല്ല് കിട്ടിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് ചോറുണ്ടാകാൻ പറ്റും. അത്രയും നല്ല ഒരു കൊതിപ്പിക്കുന്ന സ്മെല്ലാണിത്. അപ്പോൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഞാനൊന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഇത് ഉടഞ്ഞു പോവാതെ സൈഡിൽ നിന്നൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫിഷ് ഒന്ന് മറിച്ചിടണമെങ്കിൽ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കനലിടാൻ പറ്റുവാണെങ്കിൽ മേലെ കനലിട്ട് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിടുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം മീൻ ഉടഞ്ഞു പോകുന്നൊരു പേടിയാണ്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യുക. ഇനി അടച്ച് വെച്ചാൽ ഇനിയും വെള്ളം വന്നുകൊണ്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്ന് ഞാൻ ചെറുതായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡ്രൈ ആയി പോകണ്ട കേട്ടോ, കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതിൻ്റെ ചാറൊന്ന് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാകത്തിന് ഞാൻ ഓഫ് ചെയ്യാണ്, കാരണം ഇനി ഇതിൽ തന്നെ ഒന്ന് പെരണ്ട് വരും. അപ്പം നമ്മുടെ മത്തി കുരുമുളകൊക്കെ ഇട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം മത്തി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ തന്നെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അയില ഏത് മീൻ വെച്ചാലും ഇതുപോലെ ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് മത്തിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.